ഇന്നൊരു മട്ടൻ കറി ആവട്ടെ എന്ന് വിചാരിച്ചു, ഒരു വെറൈറ്റിക്ക്. എന്താണെന്ന് വെച്ചാൽ ദിവസം നമ്മൾ ചിക്കനൊക്കെ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും തേങ്ങ വറുത്തരച്ചിട്ടൊക്കെയല്ലേ വെക്കുന്നത്. ഇത് നമുക്ക് ഒരു വഴറ്റിയിട്ട് അരച്ചിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2-3 ഉള്ളി എടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇടി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, തക്കാളി, കറിവേപ്പില, മല്ലിയില, പുതിന ഇല എല്ലാം എടുത്തിട്ടുണ്ട്. പുതിനയൊക്കെ നമുക്ക് ഒരു അരക്കെട്ട് പുതിന എടുക്കാം. പുതിന വളരെ കുറച്ച് മതി പുതിന. മല്ലിയിലയാണ് കൂടുതൽ വേണ്ടത്, അതിന് മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കാം. പിന്നെ പെരിഞ്ജീരകം, ചുവന്ന മുളക്, വെളുത്തുള്ളി, ചെറിയ ജീരകം എല്ലാം എടുക്കാം. ഒരു കുക്കറിലോട്ട് ഇത് എല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക കുക്കറിലോട്ട്. എന്നിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ ജീരകവും പെരിഞ്ജീരകവും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ച് വാങ്ങാം. മൂപ്പിച്ച് വാങ്ങിയതിന് ശേഷം അത് ഇതിനകത്തോട്ട് തന്നെ ഈ ഉള്ളി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ഇട്ട് വഴറ്റി ഏകദേശം മൂപ്പ് ആയി എന്നറിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ മല്ലിയിലയും പുതിനയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നേരത്തെ വഴറ്റി വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഉണ്ട്, അതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ മല്ലിയില ഏകദേശം വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് അത് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നല്ലപോലെ വറക്കണ്ട, ഒരു ചെറുതായിട്ട് അതിൻ്റെ വെള്ളം മയം അങ്ങ് പോകണം, അത്ര മാത്രം ചെയ്താൽ മതി. അതിന് ശേഷം വഴറ്റിയെടുത്ത് മിക്സിയിൽ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നേ പിന്നെ പഠിച്ചതാണ്. നമ്മളൊക്കെ മട്ടനൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ തേങ്ങയൊക്കെ വറുത്തരച്ചതല്ലേ വെക്കുക. ഇല്ലെങ്കിൽ വെറുതെ മസാല ഇട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കും, അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചെടുക്കും. ഇങ്ങനെയാണ് കർണാടകയിൽ ഇങ്ങനത്തെ മട്ടൻ കറിയൊക്കെ ഇങ്ങനെ വെക്കും. നല്ല ടേസ്റ്റാണ് കൂട്ടാനായിട്ട്. സിമ്പിളായിട്ടുണ്ടാവും, അധികം മസാലകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരു മട്ടൻ്റെ ആ മണമൊക്കെ ഒന്ന് മാറിക്കിട്ട് നല്ലൊരു മസാലേൻ്റെ മണമൊക്കെ വരും. അപ്പോൾ ഇഷ്ടപ്പെടും ഒരുമാതിരിപ്പെട്ട എല്ലാവരും. അപ്പം ഞാനിത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അത് എൻ്റെ മകനും കൂടെ വന്നിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവനും ഏകദേശം ഇപ്പം എൻ്റെ കൂടെ എല്ലാ കുക്കിങ്ങിനൊക്കെ കൂടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇളക്കലും പിടിക്കലും ഒക്കെ അവനങ്ങ് നടത്തിക്കോളും. അതുകൊണ്ട് എനിക്ക് കുറേ പണി കുറഞ്ഞ് കിട്ടും. അത്യാവശ്യം ഇളക്കലും എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ആൾ നിന്നിട്ട് ഇളക്കിക്കോളും. ഇളക്കി നല്ലപോലെ വഴറ്റി എടുത്ത് മിക്സിയിലിട്ട് അരച്ചൊക്കെ തന്നോളൂ. അതുകൊണ്ട് പകുതി പണി എനിക്ക് എളുപ്പം. അങ്ങനെ എൻ്റെ മസാലയൊക്കെ വഴന്ന് വന്നിട്ട് അത് മിക്സിയിലിട്ടൊന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വെള്ളമൊന്നും കൂട്ടേണ്ട കാര്യമില്ല. കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. നമ്മൾ മട്ടൺ വേവിക്കുന്നതിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇത് അധികം വെള്ളമില്ലാതെ നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ മട്ടനൊക്കെ കഴുകി വാരി അടുപ്പത്ത് വെച്ച് വേവിച്ച് കുക്കറിലിട്ടിട്ട് ഒരു 4 വിസിൽ വന്നാൽ മതിയാവും. അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, കുറേ നേരം ഇട്ട് വേവിക്കണം എന്ന് മാത്രം അടുപ്പാണെങ്കിൽ. പിന്നെ കുക്കറിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു 4-5 വിസിലിന് വേകും. ഇത് കുറച്ച് മൂത്ത മട്ടനാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്കൊരു 5 വിസിൽ 6 വിസിൽ വരുത്തേണ്ടി വന്നു ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അടുപ്പിലൊക്കെ ആണെങ്കിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് വെക്കണമെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ വെച്ച് കത്തിക്കേണ്ട വരുമായിരിക്കും. ഇത് വെന്ത് കിട്ടണ്ടേ നമുക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് കുക്കറിലിട്ട് ഒരു 6 വിസിലും കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അരപ്പ് അതിനകത്തോട്ട് കുറച്ച് നമ്മൾ അരച്ച് വെച്ചേക്കുന്നതിൻ്റെ പകുതി മാത്രം ഇട്ടിട്ട് നമുക്കതൊന്ന് അതിൽ നിന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വിസിൽ വരുത്താം. എന്ന് വെച്ചാൽ മസാലയും കൂടെ ചേരുമ്പോൾ നല്ലപോലെ മട്ടനിലൊക്കെ നല്ലപോലെ മസാല പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മസാല ഇട്ടിട്ട് വേവിക്കും വിസിൽ വരുത്തുമ്പോൾ ഇടുന്നത്. അതിന് ശേഷം അപ്പോഴത്തേക്കും കുറച്ച് നൂൽപുട്ടും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നൂൽപുട്ട് ഉണ്ടാക്കാൻ നോക്കി. നൂൽപുട്ട് എന്നൊക്കെ പറയും, ഇടിയപ്പം എന്നൊക്കെ പറയുമല്ലേ. അങ്ങനെ അവനേതായാലും എനിക്ക് കൈവേദനയാന്ന് പറഞ്ഞുകൊണ്ട് മോനേതായാലും ഇത് വേഗം എല്ലാം തിരിച്ചൊക്കെ തന്ന് നൂൽപുട്ടൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോഴത്തേക്കും കുക്കർ വിസിൽ വന്ന് നോക്കുമ്പോൾ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട്. ഒരു 5-6 വിസിൽ വേണ്ടി വന്നു, എന്നാലും നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള അരപ്പും കൂടി അതിനകത്തോട്ട് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇത് അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് കഴിയുമ്പോൾ ഈ വെള്ളം എല്ലാം നല്ലപോലെ വറ്റും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ പിന്നെ മിക്സിയിൽ അരച്ചതിൻ്റെ വെള്ളം ബാക്കിയുണ്ടായിരുന്നു, അത് മിക്സി നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് ആ വെള്ളവും കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് അപ്പോൾ ആവശ്യത്തിന് നല്ലപോലെ വെള്ളമായിട്ടുണ്ട്. വെള്ളമായി അങ്ങനെ കറിയായി. കടുകൊക്കെ പൊട്ടിച്ചൊഴിച്ച്
കൂടെ നൂൽപുട്ടുമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് മട്ടൻ കറീൻ്റെ കൂടെ നൂൽപുട്ടും കൂട്ടി എല്ലാവർക്കും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ച അരച്ച് വെക്കുന്നത് വറുത്തരയ്ക്കുന്നതിനേക്കാളും നല്ല രസമുണ്ടാവും.